ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വയനാട്ടിലേക്കൊരു യാത്ര തുടങ്ങിയിട്ട് കുറച്ചായി. വീഡിയോ ഇടാൻ വിട്ടുപോയി. യാത്രയിലല്ല, വീഡിയോയുടെ എഡിറ്റിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ചെയ്യാൻ പറ്റിയില്ല. ഈ വഴി നല്ല അടിപൊളി വഴിയായിരുന്നു കേട്ടോ. വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയിൽ ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. മാനന്തവാടിയിൽ നിന്നും മാപ്പ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടും ഞാൻ കോഴിക്കോട് നിന്ന് തന്നെ മാപ്പിട്ടതാണ്. എന്നാലും ഇതുപോലുള്ള വഴിയിൽ കൂടെ കയറിപ്പോയി. ചെറിയ ചെറിയ ഊടുവഴികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പെട്ടെന്നൊന്നും അല്ല ചെന്നത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയും. മാപ്പ് ഇട്ടിട്ട് ഞങ്ങൾ നേരത്തെ ഒരു 4:30-5 മണിയോട് ചെല്ലേണ്ടത് ഞങ്ങൾ ചെന്നത് 8 മണിക്കാണ്. അപ്പം മനസ്സിലായല്ലോ മാപ്പ് ഞങ്ങളെ നിന്ന് കറക്കിയത്. ഗൂഗിൾ മാപ്പിനെ നമ്പുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഈ ബൈക്കുകാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും ഇങ്ങനെയുള്ള കർവുകൾ വരുന്നത് കൊണ്ട് റോഡ് ഒന്ന് ചേർന്ന് പോകുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പുറത്തൊന്നും വരുന്ന വാഹനങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് സൈറ്റ് കിട്ടിയില്ല എന്ന് വരും. ചിലപ്പം ആക്സിഡൻറ്റുകൾക്കൊക്കെ ഒരു മാർഗം ആകാനും മതി. അപ്പം ദൂരയാത്രകൾ പോകുന്നതല്ലേ, അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കി പോവുക. ഇത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. വണ്ടിയിൽ നോക്കുന്നുണ്ട്. ഇത് ഞാൻ ആക്ച്വലി മൂന്നാറൊക്കെ പോയ സമയത്താണ് കണ്ടിട്ടുള്ളത്. ഇത് കാണുമ്പോഴൊക്കെ ഒരു നല്ല വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വേറൊരു മാർഗവുമില്ല. നല്ല ഒരു സ്ലോപ്പായ രീതിയിലൊന്നും അല്ല. നമുക്ക് വണ്ടി നിർത്താനോ ഒന്നും ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കണ്ട് സന്തോഷത്തോടെ പോകാമെന്നേ ഉള്ളൂ. പൊട്ടിപ്പൊളിഞ്ഞ വഴിയൊക്കെ ആണെങ്കിലും, പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ വഴിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ കേരളം എന്ത് കേരളമല്ലേ. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇതിനിങ്ങോട്ട് ട്രക്കിങ്ങിനൊക്കെ ഉള്ളൊരു സൗകര്യം കൂടെ ഉണ്ട്. ഈ തേയിലത്തോട്ടത്തിനകത്തൂടെ പോകാനായിട്ട് ഈ ഒരു ഫുൾ തേയിലത്തോട്ടം വഴി നമുക്ക് ആ ട്രക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് കഴിയും. ഇനി ഒരിക്കൽ വരുമ്പം അവിടെ കയറാമെന്നൊക്കെ ഉള്ളൊരു ആശയിൽ ഞങ്ങൾ മുമ്പോട്ട് പോയി. കാരണം ലേറ്റ് ആവുന്നു. ഞങ്ങളുടെ മുമ്പിൽ ഈ ഒരു ഫാമിലി പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഫുൾ വ്യൂ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ബട്ട് അവരും ആസ്വദിച്ച് യാത്ര ചെയ്യുകയാണ്. അവരും യാത്ര ചെയ്യട്ടെ. ഇതുവഴി ബസ് റൂട്ടൊന്നും അല്ലെന്ന് തോന്നുന്നു എന്ന് ഞാനിങ്ങനെ പറയാൻ വരുമായിരുന്നു. പക്ഷേ ഇതുവഴി ബസ് റൂട്ടും ഉണ്ട്. നല്ല വഴികൾ തന്നെ. അപ്പം കുറച്ച് കാഴ്ചകൾ കണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങ് ദൂരെ മലമുകളിലൊക്കെ കണ്ടോ, നല്ല രസമുണ്ടാവും കാണാനായിട്ട്. അപ്പം യാത്ര കണ്ട് കുറച്ച് മുമ്പോട്ട് പോകാം. കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ ഒരു ഗൂഗിൾ മാപ്പിൽ ചെറിയൊരു ഡൈവേർഷൻ പറഞ്ഞിട്ട് ആ ഡൈവേർഷനകത്തോട്ട് കയറിയപ്പം വാഴത്തോട്ടങ്ങൾ കണ്ടു കേട്ടോ. ഈ വാഴത്തോട്ടങ്ങൾ കാണുമ്പോൾ പണ്ട് കാർത്തിക് സൂര്യ പറഞ്ഞൊരു കാര്യമാണ്, ഞാനൊരു പടുവാഴ എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ് ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. ചെറിയൊരു ഗ്രാമം പ്രദേശം പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഇതിനെപ്പറ്റിയൊന്നും വലിയ പിടുത്തമില്ല, ഏത് ഏരിയയിൽ കൂടെയാണ് പോകുന്നതെന്ന്. ബിക്കോസ് ഗൂഗിൾ മാപ്പാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ആ മാപ്പ് അനുസരിച്ച് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുന്നു. ഇതിനകത്ത് നല്ല കൃഷിത്തോട്ടങ്ങളുണ്ട്. വാഴയാണ് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് കഴിഞ്ഞത്. ചെറിയൊരു വഴിയാണെങ്കിലും എതിർവശത്തൂടെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയും കണ്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ലവണ്ണം യാത്ര ചെയ്യാൻ പറ്റുന്ന വഴികളാണ്. അധികം കുണ്ടും കുഴിയും ഒന്നും മെയിൻ റോഡിലുള്ളതുപോലെ ഈ ഒരു ഇടവഴിയിൽ ഇല്ലതാനും. അപ്പം ഇതാണ് കേട്ടോ, ദൂരെ മലകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഈ യാത്രയിൽ ഇങ്ങനെ തന്നെ ഒരു ഫാമിലിയിൽ ഒരു നല്ല യാത്രയിൽ ഞങ്ങൾ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറേ നാളുകളായി. പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഏറ്റവും വലിയ പെട്ടെന്നുള്ള മാർഗ്ഗങ്ങൾ ഓട്ടോയും ഒക്കെ ആയിരിക്കും. കുറച്ചുകൂടി ഒരു 1/2 hour or 1 hour യാത്ര ചെയ്താൽ മതി എന്നൊക്കെയാണ് മാപ്പിൽ കാണിക്കുന്നത്. അറൗണ്ട് 45 minutes ഒക്കെയാണ്. എങ്കിൽ പോലും അറിയില്ല എപ്പോൾ ചെല്ലും എങ്ങനെയാണ് എന്നൊക്കെ. അപ്പം ഇവിടെ കുറേ സൈറ്റിംഗ് പ്ലേസസ് ഒക്കെ ഉണ്ട്. അതൊന്നും കാണാനുള്ള നേരം നിൽക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. വേറൊന്നുമല്ല, നമ്മൾ റിസോർട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇനി നമുക്ക് റിസോർട്ടിൽ ചെന്നിട്ട് കാണാം. റിസോർട്ടിൻ്റെ വ്യൂ ഒന്നും ഞങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റുന്നില്ല, ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ. വേറൊന്നുമല്ല, ഞങ്ങൾ 4:30-5 മണിയോടെ ഇവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ഉള്ള മലയെല്ലാം കയറ്റി ചതിച്ച് കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ എത്തിയത് 8:30-ക്കാണ്. ഇത് ഫുള്ള് തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ഒരു റിസോർട്ട്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. റിഷാദ് എന്ന് പറയുന്ന ഒരാളാണ് എനിക്ക് ഇത് പറഞ്ഞു തന്നത്. അദ്ദേഹത്തിൻ്റെ ഇതിൽ തന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അകത്തോട്ട് വരും. മാനന്തവാടി വന്നിട്ട് മാപ്പ് ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അവിടുന്ന് ഒരു വഴി കൺഫ്യൂഷനായപ്പോൾ ഞാൻ അവിടുന്ന് തന്നെ മാപ്പ് ഇട്ടായിരുന്നു. മാപ്പിട്ട്
ഇവിടെ നിന്നുള്ള ഉൾവഴിയെല്ലാം കയറിയാണ് ഉൾവഴിയെല്ലാം കയറി വഴി തെറ്റി പോയിട്ടാണ് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയത്. ഇതുപോലെ ഇവിടെ 1 2 3 കേട്ടോ, അതാണ് 3, ടോട്ടൽ 4 എണ്ണമാണ്. അങ്ങനെ 3 ഹട്ട് പോലത്തെ ഹൗസും പിന്നെ ഒരു 4ാമത്തെ ഇതുമുണ്ട്. 4ാമത്തെ ഞാൻ കാണിച്ചു തരാം. 4ാമത്തെ ഇതാണ് കേട്ടോ. ഇതിനൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി നേരെ ഇത് പോകുന്നത് ഒരു സ്വിമ്മിംഗ് പൂളിൽ ഒരു നല്ല വ്യൂവിലേക്കാണ് കാണിക്കുന്നത് കേട്ടോ. ഓപ്പൺ ഡൈനിങ് ആണ്, നൈറ്റ് വ്യൂ ആണ് കേട്ടോ. മോർണിംഗിൽ ഞാൻ കാണിച്ചു തരാവേ. ഇറ്റ്സ് ഗുഡ്. അതാണ് കേട്ടോ കയറി വരുന്ന എൻട്രി. ഇതാണ് താഴോട്ട് പോകുന്ന ഹട്ടിലോട്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, താഴോട്ട് പോകുന്ന ഹട്ടിലോട്ട് പോകുന്ന ഇതിങ്ങനെയാണ്. പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാലും അവർക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള പ്ലേയിങ് ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഫുഡ് എത്തി. ഇനി ഫുഡ് എന്താണെന്ന് കൂടെ കാണിച്ചു തരാം. നല്ല ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറി ഉണ്ട് കേട്ടോ. നൈറ്റ് നല്ല അടിപൊളി സ്വാദിഷ്ടമായ ഫുഡാണ്, സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇവിടെ വിളിച്ച് തരാം, പറഞ്ഞാൽ മതി. നമ്പറും തരാം, കോണ്ടാക്ട് ചെയ്യുക. നല്ല റിസോർട്ടാണ് കേട്ടോ, നല്ല ഫുഡും ഒക്കെയാണ്. ബാക്കി കഴിച്ചിട്ട് ഞാൻ പറയാവേ. ഇവിടെയൊക്കെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടും കേട്ടോ. ഇത് നൈറ്റ് ഫുഡിന് ശേഷം ഞങ്ങൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഞങ്ങൾക്ക് ഒരു ലൈം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഒന്നും പറയാതെ തന്നെ ഞങ്ങൾക്ക് ലൈം അടിച്ചു തന്നു. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു റിസോർട്ട് കാണിക്കാമെന്ന്. ആ റിസോർട്ടിൻ്റെ ആക്ച്വലി ഇതാണ് റിസപ്ഷൻ. ഇതാണ് കേട്ടോ റിസപ്ഷൻ. ഇവിടെ ഒരു വാം വെൽക്കം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിസപ്ഷനകത്ത് കയറുക. ഇവിടെ നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല 4 റൂംസാണുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഫസ്റ്റ് 1 2 and 3 ഇങ്ങനെ 4 ആൻഡ് ദെൻ ഇവിടെ നല്ല ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. നമുക്കവിടെ വണ്ടി വന്ന് സൈഡിലേക്ക് പാർക്ക് ചെയ്യാനും ഇപ്പുറത്തും വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ട്. സോ ഒരു 4 ഫാമിലിക്ക് പാർക്ക് ചെയ്യാൻ തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഈ ചെയർ എവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നതല്ല, ഈ ചെയർ പ്ലേസ് ചെയ്തേക്കുന്നത് അതാ അടിപൊളി ഒരു ഹാർട്ട് ഷേപ്ഡ് ഇതിലേക്കാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നെറ്റിൽ കണ്ടായിരുന്നു, പക്ഷേ നേരിട്ട് കാണുന്നുണ്ട് ആ ഒരു ഫീല് വേറെ തന്നെയാണ്. ഇതൊരു സ്വിമ്മിംഗ് പൂൾ ഏരിയ ആണ്, അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഏരിയ ആണ്. അത് മാത്രമല്ല ഒരു ടോപ്പ് വ്യൂ നമുക്ക് കിട്ടും. ഇത് ഞാൻ കാണിച്ചു തരാം. താഴേക്ക് ഇങ്ങനൊരു നല്ല ഫെൻസിങ് ഒക്കെ ഉണ്ട്. പിന്നെ താഴേക്ക് സ്ഥലങ്ങൾ താഴേക്ക് കുറേ ഉണ്ട് കേട്ടോ. ഉണ്ടോ അവിടെയൊക്കെ വീടിൻ്റെ വെളിച്ചവും ബ്ലറായിട്ട് കാണേണ്ടത് തോന്നുന്നു. രാത്രി ആയിട്ടിരിക്കും, പകൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. ഞാൻ വിചാരിച്ചു സ്വിമ്മിംഗ് പൂളിനകത്തിൽ ഇല വീണ് കിടക്കുകയാണ്. അല്ല കേട്ടോ, അപ്പുറത്തെ മരത്തിൻ്റെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂം ഈ വെള്ളത്തിൽ കാണുന്ന ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂം. വലിയ പ്രൈസൊന്നുമില്ല, നല്ല ലോ റേഞ്ചിലൊക്കെ നല്ല പ്രൈസിങ് ഒക്കെ ഉള്ളു കേട്ടോ അവിടെ. ആൻഡ് ഇറ്റ്സ് ഓസം, നല്ല റൂമാണ്. ഇതാണ് ആ പൂളിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ. ഞങ്ങളുടെ റൂമും ആ പൂളിൻ്റെ അവിടുത്തെ വ്യൂവും കൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ രസമല്ലേ. ഈ റൂമായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ, പക്ഷേ ഒന്ന് ആഗ്രഹിച്ചിരുന്നു, കിട്ടിയിരുന്നത് നല്ലതായിരുന്നു എന്ന്. ഇവിടെ വന്നപ്പം ഇവിടുത്തെ ചേട്ടൻ എനിക്ക് ഇത് തന്നെ കൊണ്ടു തന്നു. ദാറ്റ്സ് ഗ്രേറ്റ് അല്ലേ. രോഗിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്നൊക്കെ പറയുന്നതല്ലേ. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ മീനിങ് എന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് നമ്മൾ ആഗ്രഹിച്ചതൊന്ന് കിട്ടുക എന്നൊക്കെ പറയില്ലേ. ഗുഡ്. എൻ്റെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നതും വരുന്നതും ഒക്കെ. കാരണം അതെന്തോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ. പിന്നെ ഇത്
ഓപ്പൺ കിച്ചണാണ് കേട്ടോ മുകളിലുള്ളത്. നാളെ രാവിലെ പറ്റുമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. നൈറ്റ് വ്യൂ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാം. ഈ വള്ളമൊക്കെ ചരിച്ചു അല്ലെങ്കിൽ കേർവ് ചെയ്ത് പണിയാന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ പണിതിരിക്കുന്നതാണ്. നല്ല ഡിസൈനായിട്ടുണ്ട്. ഇതെന്ത് ഡിസൈനാണ്, ഏത് ടൈപ്പ് ഓഫ് ഡിസൈനാണെന്നൊക്കെ നാളെ ഇവരോടോ അല്ലെങ്കിൽ എൻ്റെ ഓണേഴ്സിനോടൊക്കെ ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. ദാറ്റ്സ് ഫൈൻ. ഇതെങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്നൊന്നും വലിയ പിടുത്തമില്ല. അപ്പോൾ നിങ്ങൾ പറയും എന്നാൽ പിന്നെ വീട്ടിൽ പോയിരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഒരു ആഗ്രഹമല്ലേ, സന്തോഷമല്ലേ. ചിലപ്പം വന്ന് പഠിക്കുമായിരിക്കും, അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുമായിരിക്കും. ഈ ഒരു കാര്യം കാണിച്ചില്ല കേട്ടോ. ഇത് ഞങ്ങൾ ദുബായിൽ പോയ സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം മാത്രമാണ്. ഇങ്ങനെ ഒരു ബാക്കിലൊന്ന് ഇറങ്ങാൻ വന്ന് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാ റൂം AC ആണ്. ഇത് താഴേക്കൊരു കുത്തനെ ഇറക്കം പോലെയാണെന്നുണ്ടെങ്കിലും താഴെ മറ്റേ വേലിയൊക്കെ ഇട്ടിട്ടേ, നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കതില്ല, ഫെൻസ് അങ്ങനെ അതിട്ടിട്ട്, ഓരോ നാടുകളിൽ പല പേരുകളാണല്ലോ. ഞങ്ങളുടെ ഈ വേലി മുള്ളുവേലി എന്നൊക്കെ പറയും. പക്ഷേ ഇതിവിടെ ഇങ്ങനെ നല്ല മറ്റേ ആ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള അതുണ്ടല്ലോ, അതായിട്ടിരിക്കുന്നത്. അതിനോട് ചേർന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്വിമ്മിങ് പൂൾ കണ്ടോ. ദിസ് ഇസ് ദ സ്വിമ്മിങ് പൂൾ വ്യൂ. മേ ബി കിട്ടാൻ കുറച്ച് ടഫായിരിക്കും. മൊബൈലിലേ പിടിക്കാനറിയാം എങ്ങനെയൊക്കെ എടുക്കേണ്ടതെന്ന് അറിയാതെ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൈറ്റ് വ്യൂ വീഡിയോ ഞാൻ ഇത്രയും ഇട്ടേക്കാം. പിന്നെ മോർണിംഗിലുള്ള വ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അല്ലെ പിന്നെ വലിയൊരു ലെങ്തി വീഡിയോ ആവും. ഇപ്പം തന്നെ ബോറിംഗ് ആണെന്നറിയാം, എന്നാലും കണ്ട് സഹായിക്കുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നൈറ്റ് ഇത്രയേ ഉള്ളൂ. മോർണിംഗ് വ്യൂ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് കാണാം. ഓക്കെ ദെൻ ബൈ.